നമസ്കാരം. മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമായി എന്ന് നമുക്ക് കരുതാം. അങ്ങനെയൊരു നീക്കമാണ് ഇസ്രയേൽ ഇറാൻ മേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാനിൽ 200ഓളം ഫ്ലൈറ്റുകൾ ഒരുമിച്ച് നടത്തിയ ഓപ്പറേഷനിൽ ഇറാനിലെ 2 പ്രമുഖ സൈനിക മേധാവികളടക്കം കൊല്ലപ്പെട്ടു. അതോടൊപ്പം 6 ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, സിവിലിയൻസ് അടക്കം പരിക്കേറ്റു, കൊല്ലപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഇറാൻ്റെ മർമ്മകേന്ദ്രമായ ന്യൂക്ലിയർ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചയ്ക്കാണ് ഇസ്രയേൽ ഇറാൻ്റെ മേൽ ഇത്തരത്തിലുള്ള ശക്തമായ ഒരു നടപടിയുമായി രംഗത്ത് വന്നത്. തുടർന്ന് ഇറാൻ തിരിച്ചടിയുടെ ഭാഗമായി 100ഓളം ഡ്രോണുകൾ അയച്ച് ഇസ്രയേലിന് മേൽ ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് വന്ന ഉടൻ തന്നെ ഇറാൻ പ്രസിഡന്റ് ഉടനെ തന്നെ പ്രഖ്യാപിച്ചു, ഇത് അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ മിക്ക രാഷ്ട്രങ്ങളും ഈ സംഭവത്തെ അപലപിക്കുകയോ അല്ലെങ്കിൽ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തു. 2 രാജ്യങ്ങളും പരസ്പരം ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഭൂരിപക്ഷം രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിൽ, എന്നാൽ മറ്റു സൗദി അറേബ്യ അടക്കമുള്ള ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളടക്കം ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. പശ്ചിമേഷ്യയുടെ സമാധാനം കംപ്ലീറ്റ് തകർക്കപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഹമാസ് എന്നാണോ ഈ ഇസ്രയേലിൽ കടന്നു കയറി 1000ഓളം ആളുകളെ കൊന്നൊടുക്കിയത്, അന്ന് മുതൽ അവിടെ യാതൊരു പ്രശ്നമില്ലാതിരുന്ന ഘട്ടത്തിൽ ഇസ്രയേലിൽ അതിക്രമിച്ച് കയറി അവിടെ ആക്രമണം തുടങ്ങി അന്ന് മുതലാണ് ഈ ഇസ്രയേൽ തുടർന്ന് തിരിച്ചടിക്കാൻ തുടങ്ങിയത്. ആ തിരിച്ചടി പൂർണ്ണമായി ഹമാസിനെ തകർത്തു. പലസ്തീനിൻ്റെ ഹമാസ് മേഖല പൂർണ്ണമായും തകർത്തു. മിക്ക ആളുകളെയും കൊന്നൊടുക്കി. ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. അവിടെ നിന്നിങ്ങോട്ട് ഹിസ്ബുള്ളയെ സഹായിച്ചു എന്നുള്ള പേരിലാണ് ഇറാനെ നേരത്തെ ആക്രമിച്ചത്. ഇപ്പോഴിതാ അവർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇറാനെതിരെ എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തേർഡ് വേൾഡ് വാറിന് തുടക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലസ്തീൻ്റെ ഹമാസ് മേഖലയിൽ, ഗാസ മേഖലയിൽ നടത്തിയ ആക്രമണങ്ങൾ ആണ് ഇതിന് തുടക്കമിട്ടതെങ്കിൽ ഇതിപ്പം പടർന്ന് പന്തലിച്ച് ഇസ്രയേൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. അത് തീർച്ചയായും ഇറാനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഇറാനോടൊപ്പം പങ്കുചേരുകയും അതോടൊപ്പം ഇസ്രയേൽ അമേരിക്ക കൂട്ടുകെട്ട് ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് തിരിച്ചടിക്കുകയും ചെയ്യും. അത് മറ്റു ലോകരാജ്യങ്ങൾക്കും ഓരോ ഭാഗത്തേക്ക് കൂടേണ്ടി വരും. അവസാനം ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. മുമ്പൊക്കെ 2 മഹാലോക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഹിരോഷിമയിലും നാഗാസാക്കിയിലും ഇട്ട അണുബോംബുകളാണ് ന്യൂക്ലിയർ ബോംബുകളാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത്. ഇന്ന് പല രാജ്യങ്ങളുടെയും കൈവശം ന്യൂക്ലിയർ ബോംബുകളുണ്ട്. ഇറാൻ്റെ കൈവശം നിരവധി ന്യൂക്ലിയർ ബോംബുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള എല്ലാ ടെക്നോളജിയും അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും അവർക്കുണ്ട്. ആ സയൻറ്റിസ്റ്റുകളിൽ പ്രമുഖരായ 6 പേരാണെന്ന് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം ഇറാൻ്റെ ബ്രിഗേഡിയർ ജനറൽ FE ഡെഫ്രീനും അതേപോലെ ആർമി ചീഫ് മുഹമ്മദ് ബഗാരിയുമാണ് ഇന്ന് ഇസ്രയേലിൻ്റെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത്. 16 എയർ ഇന്ത്യ ഫ്ലൈറ്റ്സുകൾ ഇപ്പോൾ ആ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നത് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. നദാൻസ് ന്യൂക്ലിയർ സൈറ്റിലാണ് പ്രധാനമായിട്ടും ഈ ബോംബാക്രമണം കൃത്യമായി നടന്നിട്ടുള്ളത്. ആ ന്യൂക്ലിയർ സൈറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ബോംബിട്ട് തകർത്തു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, റവല്യൂഷണറി ഗാർഡ് ലീഡറാണ് ജനറൽ ഹുസൈൻ സലാമി. 200 ഇസ്രായേൽ ഫ്ലൈറ്റ്സുകളാണ് ഈ 100 ടാർജറ്റുകളിലേക്ക് ഇന്ന് പുലർച്ചെ കുതിച്ചു പാഞ്ഞെത്തി ബോംബിംഗ് നടത്തിയത്. ജപ്പാൻ ഇതിനെ വളരെ ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുണ്ട്. ഇറാന് പൂർണ്ണ പിന്തുണയാണ് ജപ്പാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് വളരെ ഗൗരവമാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയോടൊപ്പം നിന്ന രാജ്യമാണ് ജപ്പാൻ. ആ ജപ്പാന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ലോക മാർക്കറ്റിൽ ഓയിലിന്
10% വില കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്കാരോട് പുറത്തുനിന്ന് ഇറങ്ങരുതെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തങ്ങണമെന്നും ഇറാനിലുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ തങ്ങണമെന്നും ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി അറിയിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിൽ പങ്കാളികളല്ല എന്നാണ്. എന്നാൽ F-35, F-15, F-16 ഫൈറ്റർ ജെറ്റുകളാണ്, അത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യയും പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് വേണ്ടി F-13, F-15, F-16 യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പ്രത്യേക ശ്രദ്ധേയമാണ്. സൗദി അറേബ്യ വളരെ ശക്തമായ രൂപത്തിലാണ് ഈ യുദ്ധത്തിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. ലബനാനാകട്ടെ ഇത് അവിടുത്തെ സമാധാനം കംപ്ലീറ്റ് തകർക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. യുദ്ധനീതികളെല്ലാം തകർത്തുകൊണ്ടാണ് ഇസ്രയേൽ യുദ്ധത്തിന് ഈ രൂപത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളതെന്ന് ഒമാനും പാകിസ്ഥാനും ഖത്തറും UAEയും അതേപോലെ സൗദി അറേബ്യയും അടക്കം ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ അവകാശപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുമ്പോഴും അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 മേജറായ സൈനിക മേധാവികളാണ് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം 6 ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ കേന്ദ്രമായ നദാൻസിൽ ആണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഇതിന് തിരിച്ചടിയായി 100 ഡ്രോണുകൾ അയച്ചെങ്കിലും ഇസ്രയേലിലെ ഒന്നും തന്നെ സംഭവിച്ചില്ല. മാത്രമല്ല ഇസ്രയേൽ ഇപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കാത്തിരിക്കണം, മടങ്ങി നിൽക്കണം, യാത്രകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മൊത്തത്തിൽ പശ്ചിമേഷ്യ കലാപഭൂമിയായി മാറിയിരിക്കുന്നു. ജോർദാൻ തങ്ങളുടെ വ്യോമമേഖല പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ വിധത്തിൽ അതോടൊപ്പം തന്നെ ഇറാനിലെ എല്ലാ വിമാനത്താവളങ്ങളും ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാ വിമാനങ്ങളും അവിടെ നിന്ന് ഉള്ള യാത്രകളെല്ലാം അവസാനിപ്പിച്ച് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. എന്തായാലും ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നു, ആ രാജ്യത്തെ വിറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും വർദ്ധിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.